സദ്യയും പായസമൊക്കെ കഴിച്ച് എല്ലാവരും മടുത്തിരിക്കാവൂ അല്ലേ? ഈ സമയത്ത് അധികം പണിയെടുക്കാതെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി പറഞ്ഞുതരാം. മസാല അവിൽ. ഇതില് മധുരം ഒട്ടുമില്ല, എരിവിന്റെ അതിപ്രസരവും ഇല്ല. വയറിന് നല്ലൊരു സൂത്തിങ് എഫക്റ്റ് തരുന്ന ഒരു ഡിഷാണിത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ്ങിന് സ്നാക്സ് ആയിട്ടോ കഴിക്കാം. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാവർക്കും വെജ് കേരളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓണമൊക്കെ എല്ലാവരും നന്നായി ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു റെസിപ്പിക്ക് നമുക്ക് വേണ്ടത് കട്ടിയുള്ള അവിലാണ്, തിന്നായിട്ടുള്ള അവിലല്ല കേട്ടോ. ഇതൊരു മീഡിയം തിക്നെസ് ഉള്ള അവിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാനതൊരു 250 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇതൊരു 5-6 പേർക്ക് നല്ല സുഖമായിട്ട് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാകും. ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് സോഫ്റ്റ് ആക്കി എടുക്കണം. അതിനുവേണ്ടി ഇതൊന്ന് നല്ല വെള്ളത്തിൽ കഴുകിയെടുത്താൽ മതി. അപ്പോഴേക്കും അത് സോഫ്റ്റ് ആയിക്കൊള്ളും. ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൈകൊണ്ട് അവില് പൊടിയാതെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. വെള്ളം ഊറ്റി മാറ്റാം. അപ്പോഴേക്കും ഇത് നല്ലതായിട്ട് സോഫ്റ്റ് ആയിക്കൊള്ളും. നല്ല തിക്കായിട്ടുള്ള അവിലാണെങ്കിൽ 2 പ്രാവശ്യം വാഷ് ചെയ്യുകയോ അല്ലെങ്കിൽ 1-2 മിനിറ്റ് നേരം ആ വെള്ളത്തിൽ ഒന്ന് മുക്കി വെക്കുകയോ ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്, കണ്ടോ? ഇനി നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം. ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് റോ ആയിട്ട്, അതായത് പച്ചയ്ക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ആദ്യം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള വല്യുള്ളി അരിഞ്ഞെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിടി മല്ലിയില തണ്ടോട് കൂടി അരിഞ്ഞെടുത്തത് ചേർക്കുന്നുണ്ട്. അതൊരു 3-4 ടേബിൾ സ്പൂൺ കാണുവേ. ഇലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം കേട്ടോ. ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഒരു 1/4 കപ്പ്. ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടെ ചോപ്പ് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. പച്ചയായിട്ട് തക്കാളി കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം. അവലിന് ഒരു ഫ്രഷ്നെസ് കിട്ടാനും ഒരു കൂളിംഗ് എഫക്റ്റ് നമ്മുടെ വയറിന് കിട്ടാനും വേണ്ടി കക്കിരിക്ക ഗ്രേറ്റ് ചെയ്തത് ഒരു 3/4 കപ്പ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. കൂടെ അതിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ആ വെള്ളവും കൂടെ ചേർക്കുകയാണ്. ഒരു ക്രഞ്ചിന് വേണ്ടി, ഇടയ്ക്കൊരു കടിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പൊട്ടുകടല ചേർക്കുന്നുണ്ട് ഒരു 1/4 കപ്പ്. റോ ആയിട്ട് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒരു 3/4 ഭാഗം നമ്മളിവിടെ ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഒരു താളിപ്പും കൊടുക്കണം, വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കണം. താളിപ്പിനായിട്ട് ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 മുതൽ 2-2.5 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ഇതിലേക്ക് ആദ്യം ചേർക്കുന്നത് റോസ്റ്റഡ് ആയിട്ടുള്ള നിലക്കടലയാണ്. നിലക്കടല ഒരു 1/2 കപ്പ് വരെ മാക്സിമം നമുക്ക് ചേർക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടെ ചേർക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എരിവ് ഒരുപാട് ചേർക്കാത്തൊരു ഡിഷാണിതെന്ന്. എരിവിന് വേണ്ടി ഇതിലാകെ ഞാൻ ചേർത്തിട്ടുള്ളത് 2 സ്പൈസി ആയിട്ടുള്ള പച്ചമുളകാണ്. അത് വട്ടത്തിലരിഞ്ഞ് ചേർക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് അതൊന്ന് സോട്ടേ ചെയ്ത് കൊടുക്കാം. പച്ചമുളകിന്റെ നിറം ഒന്ന് മാറി വരുന്നത് വരെ സോട്ടേ ചെയ്താൽ മതി. അപ്പോഴേക്കും നിലക്കടലയും ഉഴുന്നുപരിപ്പും പാകമായിക്കോളും. ഇത് ഇപ്പൊ ഏകദേശം പാകമായിട്ടുണ്ട്. ഈ സമയത്ത് തീ ഒന്ന് കുറച്ച് വെച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് 2-3 വറ്റൽമുളക് പൊട്ടിച്ചതും ഒരു 1-2 തണ്ട് കറിവേപ്പിലയും ഒരു 1/2 ടീസ്പൂൺ കായത്തിന്റെ പൊടിയാണ്. ഇത് 3ഉം ചേർത്ത് ആ ഇളം തീയില് ഒരു 8-10 സെക്കൻഡ് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോഴേക്കും കായപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറിക്കിട്ടും. ഇപ്പൊ ഇതാ കായപ്പൊടിയുടെ പച്ചമണം മാറിയിട്ടുണ്ട്. കറിവേപ്പിലയും വറ്റൽമുളകും പാകമായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരെ അവലിലോട്ട് ചേർത്ത് കൊടുക്കാം. തീർന്നിട്ടില്ല കേട്ടോ, ഇനിയും കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഫ്രഷ് ആയിട്ട് ചിരകിയെടുത്ത തേങ്ങ ഒരു പിടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഏകദേശം ഒരു 1/3 കപ്പ് എന്നാണ് എഴുതിയിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ അധികം അമർത്താതെയുള്ള ഒരു പിടി, അത്രയും ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കണ്ടേ? അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 3/4 ടീസ്പൂണാണ്. ഇതിലേക്കായിട്ട് ഒരു അല്പം പുളിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു നാരങ്ങയാണ്, ചെറുനാരങ്ങ. അത് ഒരു പകുതി മുതൽ 1 നാരങ്ങ വരെ നമുക്ക് നാരങ്ങയുടെ നീര് വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നാരങ്ങയുടെ നീരും കൂടെ ചേർക്കുമ്പോഴാണ് ഇതിന്റെ ടേസ്റ്റ് ഒന്നും ഒരു ആഹാ എന്നുള്ള ലെവലിലേക്ക് എത്തിയതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നാരങ്ങയുടെ നീരും കൂടെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന്
മിക്സ് ചെയ്ത് കൊടുക്കാം. നാരങ്ങയുടെ നീര് ചേർക്കുമ്പോൾ ഒരു ഫ്രഷ്നെസ് കൂടിയതായിട്ടും നമുക്ക് തോന്നും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മസാല അവൽ നനച്ചത് ഇവിടെ റെഡിയാണ്. ഇതൊരു കർണാടക ഡിഷാണ് കേട്ടോ. ഇതിൻ്റെ പേര് മസാല അവലക്കി. എത്ര നന്നായിട്ടാണല്ലേ ഇത് അവർ ഈ ഒരു ഡിഷിനെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. താങ്ക്സ് ടു കർണാടക പീപ്പിൾ. പിന്നെ ഇതുവരെ ക്ഷമയോട് കൂടി കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.